എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. 117-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. 2 വാക്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ സങ്കീർത്തനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും നൽകുന്ന ദൈവിക സന്ദേശങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രാരംഭവാക്യം ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു: സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. ഈ ലോകത്ത് ദൈവമക്കൾ അവകാശപ്പെടും അവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അവകാശമുള്ളൂ, അനുവാദമുള്ളൂ എന്നൊക്കെ അവർ പറയും. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പണമുള്ളവനെന്നോ പ്രശസ്തിയുള്ളവനെന്നോ ദരിദ്രനെന്നോ ഒന്നും ദൈവവചനം പറയുന്നില്ല. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ. സകല ജാതികളിലുമുള്ളവർ ദൈവത്തെ സ്തുതിക്കും. ഇവിടെ അനേക ജാതി വർഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഭാരതത്തിൽ തന്നെ. എന്നാൽ അവരാരും ദൈവത്തെ സ്തുതിക്കേണ്ട, യഹൂദന്മാരും ക്രിസ്ത്യാനികളും മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി എന്നല്ല വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സകല ജാതികളിലുമുള്ളവർ യഹോവയെ സ്തുതിക്കണം. ദൈവം ആരെയും അക്കാര്യത്തിൽ മാറ്റി നിർത്തുന്നില്ല. സമയവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് അവകാശം നൽകിയിരിക്കുന്നു. സകല വംശങ്ങളിലുമുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പൊ സകല വംശങ്ങളിലും സകല ജാതികളിലും ഉള്ളവർ ദൈവത്തെ സ്തുതിക്കണമെന്ന് വചനം പറയും. 148-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതും ഇപ്രകാരമാണ്: ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഇവിടെയും ഒരു വേർതിരിവ് ദൈവത്തെ ആരാധിക്കുന്നതിന് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സകല ജാതികളിലും സകല വംശങ്ങളിലും ഉള്ളവർ യഹോവയെ സ്തുതിക്കണം. ഇവിടെ പ്രായ വ്യത്യാസം കാണുന്നില്ല. യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. രാജാവായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടെന്നല്ല, ന്യായാധിപനായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടെന്നല്ല. എല്ലാ വിഭാഗത്തിലുള്ളവരും ദൈവത്തെ സ്തുതിക്കണം എന്ന് ദൈവവചനം പറയുന്നു. അതിനുള്ളതായ വ്യവസ്ഥകളൊക്കെ ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. 150-ാം സങ്കീർത്തനത്തിൽ 148-ാം സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് അത് കാണുവാൻ കഴിയും. ഇവിടെയും നമ്മൾ വായിച്ചു: സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യേണ്ടതായി വരുന്നതെന്ന് അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളോടുള്ളതായ അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. അപ്പോൾ ഈ ലോകത്ത് ആരാധിക്കപ്പെടുവാൻ ഒരേ ഒരുവനേയുള്ളൂ, അത് ദൈവം മാത്രമാണ്. എന്നാൽ മനുഷ്യൻ സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ഭജിക്കാതെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ ഭജിക്കുന്നത് ദൈവകോപത്തിനിടയാക്കി തീർക്കുമെന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവവ്യവസ്ഥയെ അത് തെറ്റിച്ചു കളയുന്നു. അതുകൊണ്ട് നമ്മളോടുള്ളതായ അവന്റെ ദയ വലുതായിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്ത് ഒരു കണ്ണിനും ഇല്ലാതെ നമ്മളെ കണ്ടിട്ടും കാണാത്തവരെ പോലെ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നിടത്ത് നിന്ന് നമ്മളെ ആരും സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി നമ്മളെ അവിടെ നിന്നൊക്കെയും കരകയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി പുതിയൊരു പാട്ടും നമ്മുടെ നാവിൽ തന്നിരിക്കുന്നത് അവൻ നമ്മളോട് കാണിച്ച മഹാദയ നിമിത്തം അവനെ പാടി സ്തുതിക്കുവാൻ വേണ്ടിയാണ്.
അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ളതായ ദയ വലുതാകുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു എന്ന് വചനം പറയുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മളോട് ദയ കാണിക്കുവാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. ഒരു ശക്തിയും വ്യക്തിയും സംഘടനയും രാഷ്ട്രീയ പാർട്ടികളും ആമേൻ ആരുമില്ല. ആർക്കും നമ്മളോട് ദയ കാണിക്കുവാൻ ആമേൻ സ്തോത്രം കഴിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കാണിച്ച ആ മഹാദയ നിമിത്തം നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കി തീർത്തല്ലോ. അതുകൊണ്ടാണ് സകല ജാതികളിലുമുള്ളവരെ, സകല വംശങ്ങളിലുമുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ, അവനെ സ്തുതിപ്പീൻ എന്ന് ആമേൻ ദൈവവചനം പറയുന്നത്. യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാവുന്ന വിശ്വസ്തരായിട്ടുള്ള ഒരു മനുഷ്യനെയും നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുകയില്ല. എല്ലാവരും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ചതിയും വഞ്ചനയും നടത്തുവാൻ, നമ്മളെ ഏതു വിധേനയും ചൂഷണം ചെയ്യുവാൻ നിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുമ്പിൽ വിശ്വസ്തരെന്ന് പലപ്പോഴും അവർ അഭിനയിക്കുകയും നമ്മളെ എല്ലാ നിലയിലും അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മളോട് പറഞ്ഞതായ വാക്കുകൾ അവർക്ക് പാലിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ആവശ്യങ്ങളിൽ അവർക്ക് സഹായിപ്പാൻ കഴിയുകയില്ല. അവർ വിശ്വസ്തരല്ലാത്തത്. എന്നാൽ യഹോവ തന്റെ വിശ്വസ്തത എന്നേക്കും തന്റെ ഭക്തന്മാരോട് കാണിക്കുന്നു. 115 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്: ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ദൈവം മാത്രമേ ഈ ലോകത്ത് വിശ്വസ്തനായിട്ടുള്ളൂ. വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂട്ടുവാൻ കഴിയുന്ന, നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയിപ്പാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തോട് മാത്രമാണ്. കാരണം അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. ആ ദൈവത്തിലുള്ളതായ വിശ്വാസവും വിശ്വസ്തതയും നിമിത്തം ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർത്തല്ലോ. അതുകൊണ്ട് സകല ജാതികളിലുമുള്ളവരെ, സകല വംശങ്ങളിലുമുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, അവനെ പുകഴ്ത്തുവീൻ. നമ്മളോടുള്ളതായ അവന്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളതാണ്. ഈ ലോകത്ത് നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നവർ എപ്പോഴും കാണിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ അവിശ്വസ്തരായി തീരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവമോ അവൻ എന്നേക്കും വിശ്വസ്തതയുള്ളവനാണ്. അവൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും മാറ്റമില്ല. അവന്റെ വാക്ക് ഉവ്വോ എങ്കിൽ ഉവ്വോ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമാകുന്നു. അങ്ങനെ ഒരാളെ വിശ്വസിക്കുവാനാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആ വിശ്വാസം വർദ്ധിക്കട്ടെ, ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കട്ടെ. ദൈവവുമായുള്ള ആ ഉടമ്പടി, ആമേ സ്തോത്രം, അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. അവനോട് പറഞ്ഞതായ വാക്കുകൾക്ക് ഒരു മാറ്റവും നമ്മൾ വരുത്താതിരിക്കട്ടെ. അവനോട് ചെയ്ത ഉടമ്പടികളൊന്നും മാറ്റാതിരിക്കട്ടെ. അവൻ നമ്മളോട് വിശ്വസ്തത കാക്കുന്ന ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറിപ്പോകുന്നവനല്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ ഇന്നുവരെയും നിന്നു പോയിട്ടില്ല. കാരണം അവൻ്റെ വായിൽ നിന്ന് വന്നതായ ആ വചനത്തിന് ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും അതിനൊരു മാറ്റവും സംഭവിക്കുകയില്ല. അവൻ നമ്മളെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഇന്ന് രാത്രിയിൽ നമുക്ക് ചേർന്ന് പാടി സ്തുതിപ്പാൻ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സകല ജാതികളിലും സകല വംശങ്ങളിലുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവനെ ആരാധിപ്പിൻ. രാത്രിയിൽ നമുക്ക് അതിന് സാധ്യമാക്കി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവം, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദിയോടെ സ്തുതി.
അവിടുന്ന് ഞങ്ങളോട് കാണിച്ചതായ ദയയും വിശ്വസ്തതയും നിമിത്തം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൃപ കാണിക്കണം, മനസ്സിലാക്കും എന്നും എന്നേക്കും തൻ്റെ വിശ്വസ്തതയും ദയയും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാണ്. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ അമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു.